നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എപ്പോഴും ഈ വാക്ക്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ അമ്മയുടെ നടയിൽ ഒരു തവണ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ, നെഗറ്റിവിറ്റി മുഴുവൻ ഇല്ലാണ്ടാവുള്ളൂ. പല ആൾക്കാർക്കും എന്നോട് പല സ്ഥലത്തും പോകുമ്പോൾ ചോദിക്കാറുള്ളൊരു കാര്യം കേട്ടോ, ഈ പ്രഭാഷണം തുടങ്ങിയപ്പോൾ ഫാഷൻ ഇട്ട പേരാണോ വ്യാസൻ? ഒരു റീച്ചിൽ കുട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വലിയൊരു നന്ദി ഈ എറണാകുളത്തുകാരോട് പറയാനുള്ളത്, എറണാകുളത്ത് നിന്നാണ് ഈ വ്യാസൻ എന്നുള്ള പേര് എനിക്ക് കിട്ടുന്നത്. അത് ജനിച്ചപ്പോൾ കിട്ടിയതാട്ടോ, അല്ലാണ്ട് ഇപ്പോഴത്തെ കിട്ടായതൊന്നുമല്ലേ. ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ എല്ലായിടത്തും സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് വാചകടിക്കുന്ന ആളാണ്. പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ജനിച്ച സമയത്ത് സ്വന്തം നാട്ടിലെ അമ്പലത്തിൽ പോയില്ല. അടുത്ത് ഗുരുവായൂരുണ്ട്, അവിടെയും പോയില്ല. എൻ്റെ അച്ഛനും അമ്മയും ആദ്യമായിട്ട് ജീവിതത്തിൽ ട്രെയിൻ കയറുന്നത് എന്നെ എറണാകുളത്തേക്ക് കൊണ്ടുവരാൻ. പാലക്കാട് നിന്ന് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മസാല ദോശ കഴിച്ച് എൻ്റെ അച്ഛനും അമ്മയും എന്നെ എടുത്തിട്ട് നേരെ പോയ സ്ഥലം ഇവിടെ അടുത്താണ്, ചോറ്റാനിക്കര എന്ന് പറയും. ആ ചോറ്റാനിക്കര വെച്ചിട്ടാണ് ചോറ് വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ വ്യാസൻ എന്നുള്ള പേര് വിളിക്കുന്നത്. അതെന്റെ ശരിക്കുള്ള പേരാണ്. അത് ഈ എറണാകുളത്ത് എനിക്ക് കിട്ടിയത്. ആ ഭഗവതിയും ആത്യന്തികമായിട്ട് കാളിയാണ്. പക്ഷെ അത് നിങ്ങൾ താഴെ പോയി കാണുന്ന ഭഗവതി ആര്? കീഴ്ക്കാവിലെ അമ്മ, ഗുരുതി നടക്കുന്ന അമ്മ. മേൽക്കാവിലിരിക്കുന്ന ഭഗവതി വിഷ്ണു ദുർഗാ സങ്കല്പത്തിലുള്ള രാജരാജേശ്വരി ആവുമ്പോ താഴത്തെ കാവിലിരിക്കുന്ന ഭഗവതി അസൽ കാളിയാണ്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ അമ്മയുടെ നടയിൽ ഒരു തവണ പോയി നമസ്കരിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള, ഇന്നത്തെ കുട്ടികളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ, നെഗറ്റിവിറ്റി മുഴുവൻ ഇല്ലാണ്ടാവണം. അവളുടെ കയ്യിലുള്ള ആ വാള് എന്തിനെ മാറ്റാനുള്ളതാണ്? ദുഷിച്ച ചിന്തകളെ അറക്കാനുള്ളതാണ്. അകത്തേക്ക് കയറി പോകുമ്പോൾ എന്തൊക്കെ ചിന്തകളുണ്ടോ അതൊക്കെ മാറ്റി നമ്മൾ അനുഗ്രഹിക്കും. നിങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ നമ്പൂതിരിയുടെ പുറകിൽ യക്ഷി വന്ന കഥ അല്ലേ? ഗുപ്തൻ എന്ന് പറഞ്ഞൊരു നമ്പൂതിരിയുടെ പുറകിൽ യക്ഷി ഓടി. അപ്പൊ അയാൾക്ക് കുറെ കല്ല് ആരോ ജപിച്ചു കൊടുത്തു. കൊശാപ്പിള്ളി എന്നാണ് ഇല്ലത്തിന്റെ പേര്. അദ്ദേഹം ജപിച്ചു കൊടുത്ത കല്ലൊക്കെ പെട്ടെന്ന് തീർന്നു. അത് കഴിഞ്ഞ് അടുത്തൊരു ഇല്ലത്ത് പോയി. പള്ളിപ്പുറം ഒക്കെ ഇവിടെ അടുത്താട്ടോ, നമുക്ക് വേണമെങ്കിൽ പോവാം. അപ്പൊക്കെ പള്ളിപ്പുറത്ത് പോയപ്പോ ഒരു വിഴുപ്പ് തോർത്ത് കൊടുത്തു. അത് വീശിക്കൊണ്ട് ഓടി. യക്ഷി പിടിച്ചില്ല. ചോറ്റാനിക്കര എത്തി. അമ്മ രാവിലത്തെ അഭിഷേകം കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അമ്മയുടെ ആ ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ഭാഗത്തേക്ക്, നാലമ്പലത്തേക്ക് ഒന്നാമത്തെ കാലെടുത്ത് വെച്ചപ്പോ ഗുപ്തൻ നമ്പൂതിരിക്ക് മനസ്സിലായി കയ്യിൽ വിഴുപ്പ് തോർത്തുണ്ട്. ആ വെടുപ്പ് തോർത്ത് ഉപേക്ഷിച്ച സമയത്ത് രണ്ടാമത്തെ കാല് പുറകിൽ, അമ്പലത്തിൽ ഇല്ലാത്ത കാലില് യക്ഷി കയറി പിടിച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പുറകിൽ ഒരു യക്ഷി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പുറകിൽ നോക്കണ്ട. കർമ്മപ്രാരാബ്ദങ്ങളാകുന്ന പിശാചുകളും ഭൂതങ്ങളും ഒക്കെ നമ്മുടെ പുറകിലുണ്ട്. അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ? ആ ജഗദംബികയ്ക്ക് മാത്രമേ സാക്ഷിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അമ്മടത്തേക്ക് പോകുമ്പോ എന്ത് കൊണ്ടുവരുത്? വിഴുപ്പ് കൊണ്ടുവരുത്. മനസ്സ് ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം. അതാണ് ആ കഥയെന്ന്. വെറുതെ ഒരു തോർത്തുകൊണ്ട് പോയി എന്ന് പറയാനല്ല കഥ പറഞ്ഞത്. ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോ എന്ത് ഉപേക്ഷിച്ചോളണം? മനസ്സിലുള്ള സകല വിഴുപ്പുകളും ഉപേക്ഷിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പോകാനാണ്. എന്തായാലും ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇയാള് ഉള്ളിലേക്ക് കയറിയപ്പോ പുറകിലെ കാലിൽ യക്ഷി പിടിച്ചിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളുടെ കാലിലാണ് യക്ഷി പിടിക്കുക എന്ന് വിചാരിക്കുക. ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് എന്നെ പറയുന്നതേ. നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാൻ തോന്നുന്നു ആ സമയത്ത്? എനിക്കറിയില്ല, ഞാൻ ചോദിക്കുകയാണെ. തോന്നുന്നു? ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ഓർമ്മ വരുമോ? യാ ദേവി സർവഭൂതേഷു. ഈ ഭൂതത്തിനെ അപ്പൊ ഓർമ്മ വരുള്ളൂ. ഒരു ഭൂതേഷു ഓർമ്മ എനിക്കറിയില്ല. ഈ പുറകിൽ നിൽക്കുന്ന ഭൂതത്തിന്റെ മുഖം മാത്രമേ അപ്പൊ ഓർമ്മയുള്ളൂ. മാണിക്യ വീണ മുബലാലയന്തി വായിക്കാൻ പറ്റിയ സമയ യക്ഷി പുറകിലേക്ക് പിടിച്ചു വയ്ക്കുമ്പോ ആകെ എന്ത് മാത്രമേ വായെന്ന് പുറത്തേക്ക് വരുന്ന ശബ്ദമുള്ളൂ. ഉറക്കെ പറയൂ, അമ്മേന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. ഗുപ്തന് അതേ വിളിച്ചിട്ടുള്ളൂ, അമ്മേ. ദേവി വന്ന് യക്ഷയെ കൊന്നു. പക്ഷെ ഞാൻ ചോറ്റാനിക്കര പോയപ്പോ പള്ളിപ്പുറത്ത് തിരുമേനി എന്നോട് പറഞ്ഞു, വെറുതെ കൊന്നിട്ടില്ല വ്യാസൻ, ഡയലോഗ് വേണ്ട കൊന്നത്. ഒറ്റയടിക്ക് വെട്ടാതെ ഞാൻ ആരാണെന്ന് കൃത്യമായിട്ടുള്ള ഡയലോഗ് അടിച്ചിട്ട് അത്ര കൊന്നത്. മറ്റേ സിനിമയൊക്കെ ഈ അവതാര പിറവിയുടെ രൗദ്രഭാവങ്ങൾ മുഴുവൻ ആവാഹിച്ച മൂർത്തി ആ ഏർപ്പാടാണ്. ദേവി ശ്രീകോവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് യക്ഷിയോട് ഒരു ഡയലോഗ് പറഞ്ഞത്രേ. എന്നിട്ട് അത്ര യക്ഷിയുടെ തല വെട്ടിയത്. ശ്ലോകം എങ്ങനെയാണ്? ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്. നിങ്ങൾ ഭഗവതിയുടെ നാട്ടുകാരാണ്. പള്ളിപ്പുറത്ത് മരുവും ഭൂസുരാഢ്യൻ തള്ളിക്കളഞ്ഞ വിടുമോശ വിഴുപ്പിനോളം
കള്ളി നിനക്ക് ബഹുമാനം അതില്ല എങ്കിൽ കാണാം അതിന്റെ ഫലം കൊണ്ടത്ര വെട്ടിയത് എന്നതിനർത്ഥം. പള്ളിപ്പുറത്ത് മരുവും ഭൂസുരാട്ടി എന്ന് പറഞ്ഞാൽ പള്ളിപ്പുറത്ത് നമ്പൂതിരി. തള്ളിക്കളഞ്ഞ വിടുമോശ വിഴുപ്പിനോളെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപേക്ഷിച്ച വിഴുപ്പ് തോർത്തിനോളം. കള്ളി നിനക്ക് ബഹുമാനമതില്ലെങ്കിൽ, എടി യക്ഷി, ഒരു മനുഷ്യൻ ജപിച്ചു കൊടുത്ത വിഴുപ്പ് തോർത്ത് അയാളുടെ കയ്യിലുണ്ടായപ്പോ നീ അത് പേടിച്ച് മാറി നിന്നു. എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഭക്തനെ തൊടാനുള്ള ധൈര്യം നീ കാണിച്ചു. ഒരു വിഴുപ്പ് തോർത്തിന് നീ കൊടുത്ത ബഹുമാനം നീ ആർക്ക് തന്നില്ല? എനിക്ക് തന്നില്ല. അതിന്റെ ഫലം അനുഭവിച്ചതുകൊണ്ടാണ് കാട്ടിയത്. ഒരു വിഴുപ്പ് തോർത്ത് അയാളുടെ കൈ ഉണ്ടായിരുന്നപ്പോ നീ വിചാരിച്ചു അതുകൊണ്ട് എനിക്ക് അയാളെ തൊടാൻ പറ്റില്ല. പക്ഷെ എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്റെ ഭക്തനെ തുറന്നിട്ട് നിനക്ക് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് എത്ര ബോധ്യമുണ്ട്. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എപ്പോഴും ഈ വാക്ക്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ, അഭയം ഉണ്ടാവുള്ളൂ, നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം കാക്കശ്ശേരി ഭട്ടതിരിയുടെ ആപത്തിക്കും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം. ആപത്ത് വരുമ്പോ എന്ത് ചെയ്യണം? അമ്മയുടെ പാതാരവിന്ദങ്ങൾ ആശ്രയിക്കണം എന്നാണ്. എപ്പോഴും ആശ്രയിക്കാൻ ആ ഭഗവതി നമുക്ക് ഉണ്ടാവുള്ളൂ. ആ അമ്മ തന്നെയാണ് ഗൗരവത്തിരിക്കുന്നത്.